കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്ന് അറിയുവാൻ സാധിച്ചതിൽ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയം ദൈവവചനത്തിൻ്റെ ശക്തി. ദൈവവചനം നിത്യമായതാണ്. സങ്കീർത്തനം 119:89. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എപ്പോഴും സ്ഥിരമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ വചനം ആരാണ്? യേശു ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ വചനം. വെളിപ്പാട് 19-13 പറയുന്നു, അവൻ രക്തം ധരിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവനെ ദൈവവചനം എന്ന് പേർ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 1-1 പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനം ആരാണ്? ദൈവമാണ്. ആ ദൈവം എവിടെയാണ് വസിക്കുന്നത്? സ്വർഗത്തിലാണ് വസിക്കുന്നത്. ഈ ലോകത്തിൽ കാണുന്ന എല്ലാം മാഞ്ഞു പോകും, എല്ലാം പോകും. ഈ ആകാശം പോകും, ഭൂമി പോകും, ഈ കാണുന്ന ലോകത്തിൽ കാണുന്ന നമ്മളെല്ലാവരും ഈ ലോകത്തിൽ നിന്ന് എല്ലാം മാറ്റപ്പെട്ടു പോകും. എന്നാൽ മാറ്റപ്പെടാത്ത ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനം മാത്രമേ ഉള്ളൂ. ഓരോരുത്തരെ ഭാര്യ ദൈവത്തെ കണ്ടു, ഭർത്താവ് കണ്ടില്ല, ഭർത്താവ് ഭാര്യയെ കണ്ടു, അന്നേരം ഇവരെന്നെ ചെയ്യും? ബൈബിള് വലിച്ചീറിക്കളയുക, ബൈബിള് വെള്ളത്തിലിട്ട് കളയുക, ബൈബിള് ചുട്ടുകരിക്കുക. മക്കളെ, നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എൻ്റെ ദൈവത്തിൻ്റെ വചനം നശിച്ചു പോകുന്നതല്ല. ഭൂകമ്പം വന്നാലും നശിച്ചു പോകത്തില്ല, ഭയങ്കര പെരുമഴ വന്നാലും നശിച്ചു പോകത്തില്ല, ആ പേപ്പർ നശിച്ചു പോകും. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും 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 നശിച്ചു പോകത്തില്ല. അത് നിത്യമായതാണ്. അതായത് യെശയ്യാവ് 40-8 പറയുന്നു, പുല്ലുണങ്ങുന്നു, പൂവ് വാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നും എന്നേക്കും നിലനിൽക്കും. നമ്മുടെ ദൈവത്തിൻ്റെ വചനം എന്നും എന്നേക്കും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിന് ഭയങ്കര ശക്തിയാണ്. ദൈവത്തിൻ്റെ വചനത്തെ അയച്ചാണ് അനേക രോഗികൾ സൗഖ്യമാകുന്നത്, അനേക ഭൂതങ്ങൾ വിട്ടുപോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേഗം മനസ്സിലാകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് ലൂക്കോസ് 5-4-8 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, യേശുക്രിസ്തു ശീമോൻ പത്രോസിനെ അന്വേഷിച്ചാണ് ആ കടൽക്കരയിൽ പോയത്. അവിടെ ചെന്നു ശീമോൻ പത്രോസിന്റെ ബോട്ടിൽ കയറി നിന്നപ്പോഴത്തേക്ക് ഭയങ്കര ആൾക്കൂട്ടം, അനേകർ വചനം കേൾക്കുന്നതിനെ, അനേകർ രോഗികൾ സൗഖ്യമാക്കുന്നതിനെ, അനേകർ ഭൂതങ്ങൾ വിട്ടുപോകുന്നതിന്, ഇങ്ങനെ ആൾക്കാരങ്ങ് കൂടിയിരിക്കുകയാണ്. ദൈവം അവിടെ നിന്നോട് അവരോട് വചനമെല്ലാം പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു വശത്ത് നിന്നുകൊണ്ട് ശീമോൻ പത്രോസ് വല കഴുകുകയാണ്. അവൻ വല കഴുകുന്ന കണ്ടാൽ ഓർക്കും ഇഷ്ടംപോലെ മീൻ കിട്ടിയെന്ന്. അവനൊരു പൊടിമീൻ പോലും അവൻ്റെ വലയിൽ കിട്ടിയില്ല. അവൻ രാത്രി മുഴുവനും വല വീശിയതാണ്, ഒരു മീൻ പോലും കിട്ടിയില്ല. ദുരാത്മാവ് നിന്നുകൊണ്ട് ഓടിച്ചു വിട്ടു, മീനെയെല്ലാം ഓടിച്ചു വിട്ടു. ഇവൻ വലിയൊരു മീൻപിടുത്തക്കാരൻ, ഇവൻ്റെ വലയിൽ ഒരു മീനെ കയറ്റത്തില്ലെന്നുള്ള ഇതിൽ എല്ലാ മീനെ ഓടിച്ചു വിട്ടു. അതേസമയം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ എന്ത് ചെയ്താലും മക്കളെ അത് ശരിയാകത്തില്ല. നമ്മൾ അതേസമയം ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ദൈവം നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യം നമ്മൾ ചെയ്തു നോക്കിക്കേ, 100% അത് ഫലം തരും. 100%. അതുപോലെ തന്നെ ശീമോൻ പത്രോസിനോട് ദൈവം പറയുന്നു, പ്രസംഗം എല്ലാം കഴിഞ്ഞ ഉടനെ പറയുന്നു, ആഴത്തിലേക്ക് വലയിറക്കുന്ന. ഉടനെ ശീമോൻ പത്രോസ് യേശുവിനോട് പറയുന്നു, സ്വാമി, ഗുരു, ഞങ്ങൾ രാത്രി എല്ലാം വല ഇട്ടു, എനിക്കൊരു മീൻ പോലും കിട്ടിയില്ല. ഉടനെ പിന്നെയും ദൈവം പറഞ്ഞു ആഴത്തിലേക്ക് വല ഇറക്കാൻ. ഇവൻ മനസ്സിൽ വിചാരിച്ചു കാണും, ഈ ഗുരുവിന് എന്നാ അറിയാം, ഈ ഗുരുവിന് പ്രസംഗിക്കാനേ അറിയത്തുള്ളൂ, ഞാൻ 10 വയസ്സ് മുതൽ വലയിറക്കി, എനിക്ക് എവിടെ മീനുണ്ടെന്നുള്ള അറിയാം എന്നൊക്കെ ഇവൻ മനസ്സിൽ വിചാരിച്ചു കാണും. പക്ഷെ അവൻ പറഞ്ഞില്ല. ദൈവത്തിൻ്റെ വാക്കിന് അവൻ വിധേയനാകി, അവൻ വലയിറക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് 4 വശത്തു നിന്നും മീനെ കൂട്ടി അവൻ്റെ വല നിറച്ച് വല വലിക്കാൻ മേലാത്ത പോലെ മീനായി.
അടുത്തുള്ളവരെ എല്ലാം വിളിച്ചു. എല്ലാവരും കൂടെ വന്ന് മീൻ വലിച്ച് കരയ്ക്കടുപ്പിച്ചു. 2 തോണി, 2 വള്ളം നിറയെ, ബോട്ട് നിറയെ മീന് അവന് കിട്ടിക്കഴിഞ്ഞപ്പോൾ യേശു അവനോട് പറയുന്നു, നീ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്ന ബസ്തരായിട്ട് നിന്നെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിൻ്റെ കൂടെ അവൻ പോവുകയാണ്. ആ മീനെയെല്ലാം കാക്കയ്ക്ക് കൊടുത്തിട്ട് പോയോ? ഒരിക്കലുമില്ല. അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം മീൻ പിടിച്ച് അവർക്ക് കൊടുത്തിട്ട് പോയതാണെന്നാണ് എൻ്റെ വിശ്വാസം മുഴുവൻ. ബൈബിള് വായിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത്. ഒരു വേലയ്ക്ക് വേണ്ടി ഒരുത്തരെ വിളിച്ചാൽ കർത്താവിന് അവൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തയുണ്ട്. നീ ഓർക്കും, അയ്യോ ഞാൻ അതെല്ലാം എൻ്റെ ജോലിയെല്ലാം വിട്ടിട്ട് ഞാൻ ഇറങ്ങിയാൽ എന്നെ ആര് വഴി നടത്തും, ഞാൻ എങ്ങനെ ജീവിക്കും, എൻ്റെ കുടുംബത്തെ എങ്ങനെ പോറ്റും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ദൈവത്താ കഴിയാത്ത ഒന്നുമില്ല മക്കളെ. നമ്മുടെ ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തി ഭയങ്കര ശക്തിയാണ്. ആഴത്തിലേക്ക് വലയിറക്കെന്ന് പറഞ്ഞ ഉടനെ വല കീറുമാറ് മീൻ കിട്ടിയത്. ആ വാക്കിൻ്റെ ശക്തി അതുപോലത്തെ ഭയങ്കര ശക്തിയാണ്. അതുപോലെ തന്നെ നമുക്കൊരു വാക്യം നോക്കാം. 1 പത്രോസ് 1:25. കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ലോകത്തിലുള്ള സകലവും ഒഴിഞ്ഞു പോകും. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അതുപോലെ ലോകത്തിലുള്ള സകലവും എന്നുമെന്നേക്കും നശിച്ചു പോകും. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ വചനം ഒരിക്കലും നശിച്ചു പോകത്തില്ല. എന്നേക്കും നിലനിൽക്കുന്നതും നിത്യമായതും സ്ഥിരമായതുമാണ് ദൈവത്തിൻ്റെ വചനം. നിത്യമായതാണ്, സ്ഥിരമായതാണ്, ഒരിക്കലും നശിച്ചു പോകുന്നതല്ല. അതുപോലെ തന്നെ ദൈവവചനം നമ്മുടെ ആത്മാവിൻ്റെ ആഹാരമാണ്. പ്രിയ മക്കളെ, യിരെമ്യാവ് 15-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. നമ്മളെപ്പോഴും വചനം വായിക്കുകയും വചനം നമ്മുടെ ഹൃദയമാകുന്ന പലകയിൽ എഴുതി വയ്ക്കണം. നമ്മുടെ വായിൽ അത് ഉരുവിട്ടുകൊണ്ട് നടക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാപ സ്വഭാവമോ പാപമോ ചെയ്യുവാൻ മനസ്സ് വരുമ്പോൾ ഈ വാക്യം നമ്മുടെ വായിൽ വരും. നമുക്ക് പാപം ചെയ്യാനായിട്ട് മനസ്സ് വരത്തില്ല. നമ്മുടെ ആഹാരമാണ്. നമ്മുടെ ശരീരത്തിന് ബോൺവിറ്റ, ഹോർലിക്സ്, മട്ടന്, മീന് എന്തെല്ലാം ലോകത്തിൽ വേണമോ അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ആഹാരമാണ് നമ്മുടെ കർത്താവിൻ്റെ വചനം. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണം. അതുപോലെ തന്നെ 119-ാം സങ്കീർത്തനം 103-ാം വാക്യം. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവ എൻ്റെ വായ്ക്ക് തേൻകട്ടയിലും ദൈവവചനമാണ് ഒരു വിശ്വാസിയുടെ ആത്മീയ ആഹാരം. അത് രാവും പകലും ധ്യാനിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്നാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളെ പകലും രാത്രിയും നമ്മുടെ ഈ വചനം എപ്പോഴും ധ്യാനിക്കുകയും വചനത്തിൽ വേരൂന്നി വളരണം. വചനം നമ്മുടെ അകത്തേക്ക് പോകുമ്പോൾ ആദ്യമേ വചനം കേൾക്കുമ്പോൾ എല്ലാവരും ഒരു ഇമോഷണലി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെന്നും ദൈവത്തോട് എൻ്റെ ഹൃദയം തുറന്നു കൊടുക്കുന്നെന്നും ഞാൻ ദൈവമകനായി ജീവിക്കുമെന്നും ദൈവമകളായി ജീവിക്കുമെന്നൊക്കെ ആ ഇമോഷണലി എല്ലാവരും പറയും. പക്ഷേ സ്വല്പ ദിവസം കഴിയുമ്പോൾ അതെല്ലാം മറന്നു പഴയ സ്വഭാവത്തിലേക്ക് കടന്നു പോകും. അങ്ങനെ പോകാൻ പാടില്ല. അങ്ങനെ പോകാതിരിക്കണമെന്ന് വരികിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വേരിറങ്ങണം. വേരിറങ്ങി ശരിയായിട്ട് ആ വചനം വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ല എങ്കിൽ ഒരു കാറ്റ് വരുമ്പോഴേ, ഒരു വെയിൽ വരുമ്പോഴേ ഈ ചെടി ഉണങ്ങിപ്പോകുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യും? ഉണങ്ങിപ്പോകും. ഒരിക്കലും ഉണങ്ങിപ്പോകാനോ വാടിപ്പോകാനോ ഇടയാകരുത്. നമ്മൾ വചനത്തിലെ വേരൂന്നി വളരണം. എപ്പോഴും ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഈ വചനത്തിലാണ്. ഈ വചനം ഭയങ്കര ശക്തിയുള്ളതാണ്. അത് പാറയെ അടിച്ചു പൊട്ടിക്കുന്നതാണ്. അതുപോലെ തന്നെ ചമ്മട്ടി കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നത് പോലത്തതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം എപ്പോഴും നമ്മൾ ഇരുട്ടിൽ വെളിച്ചം നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഇരുട്ടിൽ എത്രയോ ജനങ്ങളാണ് കൂടോത്രത്താല്, നേർച്ച കാഴ്ചകളാല്, സൈത്താൻ പീഡകളാല് ഏതെല്ലാം വിധത്തിലാണ് ജനങ്ങൾ ഇരുട്ടിൽ കിടക്കുന്നത്.
ഓരോ വില്ലേജുകളിൽ ചെന്നാൽ നമുക്ക് ആകെ ഭയം വരും. ഇതെന്താണ് ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നത്, ഇവരുടെ കുടുംബത്തിൽ നടക്കുന്നതെന്ന് നമുക്ക് ഭയമായി പോകും. അതുപോലെ സാത്താൻ ഓരോ കുടുംബത്തെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. അവര് ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ട്, ഇഷ്ടം പോലെ അവരുടെ പോക്കറ്റിൽ നിറയ്ക്കുന്നുണ്ട്. വിറ്റോസം നോക്കിയാൽ അവരുടെ കയ്യിൽ ഒരു പൈസ പോലും കാണത്തില്ല. സാത്താൻ അത് വലിച്ചോണ്ട് പോവുകയാണ്. കുടിച്ചും വലിച്ചും കഞ്ചാവടിച്ചും അങ്ങനെ ആ കുടുംബം അങ്ങ് അധപ്പതിക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ ഇരുട്ടിൽ കഴിയാനായിട്ട് ദൈവം ഒരിക്കലും വിടത്തില്ല. ഒരു ദൈവ പൈതല് ഒരിക്കലും ഇരുട്ടിൽ കഴിയാനായിട്ട് ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. അതായത് ലൂക്കോസ് 13-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യം നിങ്ങൾ വായിച്ചു നോക്കേ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദൈവം യേശുക്രിസ്തു എവിടെ ചെന്ന് എന്ന് പ്രസംഗിക്കാൻ നിന്നാലും ആരാണ് കഷ്ടത്തിൽ കഴിയുന്നത്, ആരാണ് നോവിനല്ലി വന്നിരിക്കുന്നത്, ആർക്കാണ് പ്രോബ്ലം എന്ന് ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. യേശുക്രിസ്തു ആലയത്തിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 13 വർഷമായി നടു പൊങ്ങാതെ കൂനിയായ ഒരു സ്ത്രീ. പക്ഷേ എനിക്കൊരു സന്തോഷമുണ്ട് അത് വായിക്കുമ്പോൾ. അവൾ അത്ര അവിടെ നടു പൊങ്ങുകയലാഞ്ഞിട്ടും അവൾ ദേവാലയത്തിൽ വന്നു. അതേസമയം നിങ്ങൾക്ക് ഒരു തലവേദന വയറ്റുവേദനയാണ്, അയ്യോ ഞാനിന്ന് ചർച്ചയിൽ പോകുന്നില്ല, ഞാനിന്ന് വരുന്നില്ല എന്ന് അടുത്ത വീട്ടുകാരോട് പറയും, അല്ലെ അടുത്തുള്ള ആൾക്കാരോടോ വീട്ടിലുള്ളവരോടോ പറയും. പ്രിയ സഹോദര സഹോദരി, 13 വർഷമായിട്ട് കൂനിയായ സ്ത്രീയെ ചർച്ചിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് അവൾക്ക് എന്ത് കിട്ടി? സൗഖ്യം കിട്ടി. അവൾ നേരെ നിവർന്നു നിന്നു. എത്രയോ കാലം കൂടെ അവൾ നിവർന്നു നിൽക്കുന്നു എന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ ദൈവത്തിന്റെ ശക്തി എത്ര ഭയങ്കര ശക്തിയാണെന്ന് ഓർത്ത് നോക്കിയേ. ഇതുപോലെ ഓരോ വില്ലേജുകളിൽ ചെന്നാല് ഭയങ്കര കഷ്ടമാണ് അവരുടെ ജീവിതത്തിൽ കാണുന്നതും നടക്കുന്നതും. ഞങ്ങളുടെ ചർച്ചില് 2-3 വർഷമായി 4 വർഷമായവർ വരെ ഇപ്പോഴും സ്നാനപ്പെടാത്തവരുണ്ട്. അവർക്ക് ഭയമാണ് സ്നാനപ്പെടാൻ. ഈ ഒരു മക്കളുടെ കല്യാണത്തിന് എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. ഞാൻ അവരോട് പറയും, നിങ്ങൾ ജാതി വിട്ട് ജാതി പോകാനല്ല, കുലം വിട്ട് കുലത്തിൽ പോകാനല്ല, ദൈവത്തോട് ചേരുവാനാണ് സ്നാനപ്പെടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യേ. ഞങ്ങൾക്ക് ആരെയും ഞങ്ങൾ ബലം പിടിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്യത്തില്ല. വാക്യം പറഞ്ഞു കൊടുക്കും. വാക്യാനുസാരമാക്കി നിങ്ങൾക്ക് ജീവിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ജീവിക്കാൻ, ഇല്ല എങ്കിൽ ആ നിത്യ നരകത്തിന്റെ അംഗമായി നിങ്ങൾ തീരുമെന്ന് ഞാൻ തീർത്തും പറയും. അതുപോലെ ഒരു വാക്യം നോക്കാം. കീർത്തന 119-105. ഇരുട്ട് ഉള്ളിടത്ത് വെളിച്ചം വന്നു കഴിയുമ്പോൾ പിന്നെ ഇരുട്ട് അവിടെ നിൽക്കത്തില്ല. അവിടെ എന്തായിരിക്കും? പ്രകാശമാണ്. അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിലെ നമ്മുടെ ജീവിത പാതയിൽ നമുക്ക് വെളിച്ചം നൽകുന്നത് ദൈവവചനമാണ്. നമ്മുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും നമ്മളെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്നത് ദൈവവചനമാണ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവന് വെളിച്ചമാണ്, വചനമാണ് വെളിച്ചം. ആ വചനം അവനിൽ ഇല്ല എങ്കിൽ അവനായാലും അവളായാലും മുൻപോട്ട് പോകാൻ ഭയങ്കര കഷ്ടമാണ്. അതുപോലെ തന്നെ ദൈവവചനം ശക്തിയുള്ളതാണ്, ഭയങ്കര ശക്തിയുള്ളതാണ്. എബ്രായർ 4-ാം അധ്യായം 12-ാം വാക്യം. ദൈവത്തിന്റെ വചനം ശക്തിയുള്ളത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ചകളെയും വേർപിടിവിക്കും വരെ തുളച്ച് ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു ദൈവവചനം. ഒരു പാസ്റ്റർ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ പല ആൾക്കാരും പറയും, എൻ്റെ കാര്യം ആരോ പോയി പാസ്റ്ററോട് പറഞ്ഞതാണ്, എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നിന്നാണ് പാസ്റ്റർ അങ്ങനെ പ്രസംഗിച്ചത്. പ്രിയ മക്കളെ, അവരോട് ആരും പറഞ്ഞിട്ടില്ല. അവർ പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ വചനം പ്രസംഗിക്കുമ്പോൾ അത് നിന്റെ ഹൃദയത്തെ ചുറ്റുന്നതാണ്. അത് ഇബ്ബായി കത്തിയാണ്, 2 വശത്തും ചൂപ്പുള്ള കത്തിയാണ്. അതകത്തേക്ക് കയറിപ്പോകുന്നതാണ്. നിങ്ങൾ അതിന് അയ്യോ മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് പാസ്റ്റർ അങ്ങനെ പ്രസംഗിച്ചത് എന്നൊന്നും മനസ്സിൽ വിചാരിക്കണ്ട. നമ്മുടെ ദൈവം എപ്പോഴും നമ്മളോടുകൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. നിന്നെ നല്ല പാതയിൽ കൊണ്ടുവരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും നല്ല പാതയിൽ കൊണ്ടുവന്ന് ആ വെളിച്ചത്തിന്റെ മക്കളാക്കി. ഈ ലോകത്തിന്റെ വെളിച്ചം ആരാണ്? കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. ആ ലോകത്തിന്റെ വെളിച്ചമായ
ക്രിസ്തുവിൻ്റെ മക്കളായി നമ്മൾ ഓരോരുത്തരും തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണ് ദൈവം പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മളോട് സംസാരിക്കുന്നത്. അതിന് അവരങ്ങനെ പറഞ്ഞിട്ടാണ് പ്രസംഗിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞിട്ടാണ് പ്രസംഗിക്കുന്നതെന്നും പറഞ്ഞ് പാസ്റ്ററോട് പിണങ്ങാനോ അല്ലെ നിങ്ങളുടെ അടുത്തുള്ളവരോട് പിണങ്ങാനോ ഒന്നും ഇടയാകരുത്. അതുപോലെ തന്നെ യിരെമ്യാവ് 23:29 വാക്യം, എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം തീ പോലെയാണ്, തീ. അതുപോലെ തന്നെ പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണം, എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണം. സങ്കീർത്തനം 119:11, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാപം ചെയ്യാതിരിക്കണമെന്ന് വരികിൽ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടായിരിക്കണം? ദൈവവചനം ഉണ്ടായിരിക്കണം. വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പാപം ചെയ്യാനായിട്ട് ആഗ്രഹിക്കത്തില്ല. അതുപോലെ തന്നെ ആവർത്തനം 6:6-7 വാക്യം, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനം നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ഞാനല്ല പറയുന്നത്, സാലിക്കുട്ടി അല്ല പറയുന്നത്, ദൈവവചനമാണ് പറയുന്നത്. ശ്രദ്ധയിട്ട് കേട്ടോ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനം നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ടായിരിക്കണം? ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരിക്കണം. നമ്മളത് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ കിടക്കുമ്പോൾ അത് ധ്യാനിക്കണം. എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ വായിൽ എന്തുണ്ടായിരിക്കണം? ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല. നമ്മൾ എപ്പോഴും ദൈവസ്നേഹത്തിൽ ദൈവവുമായിട്ടൊരു അന്യോന്യതയിൽ നമ്മൾ ജീവിക്കുവാനായിട്ട് ദൈവം സഹായിക്കും. അതിന് നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? വൈകിട്ടും രാവിലെയും നമ്മുടെ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത കുടുംബം അധപ്പതിച്ചു പോകും. യാതൊരു കാരണവശാലും നീ ദൈവമേ ദൈവമേ എന്ന് വിളിച്ചോണ്ടോ, നീ ചർച്ച് കെട്ടിയത് കൊണ്ടോ, നീ കൺവെൻഷൻ നടത്താൻ രൂപ കൊടുത്തത് കൊണ്ടോ ഒരു പ്രയോജനവുമില്ല. പ്രയോജനമാകണമെന്ന് വരിൽ നിന്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ചേർന്നിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് ബൈബിള് വായിക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ വചനം തീ പോലെയാണ്. ആ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമ്മുടെ പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും തീ ഇറങ്ങി വരും. സ്വർഗത്തിൽ നിന്നും തീ ദൈവം ഇറക്കും. അതുപോലെ തന്നെ നമ്മൾ കൈ പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ, അതിൻ്റെ അനുഗ്രഹം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഭയങ്കര ദീപാവലിയുടെയൊക്കെ അവധിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഫുള്ള് രാത്രി ഇരിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഞാനൊരു മലയാളം പ്രസംഗം കൊടുക്കാമെന്നുള്ള വിശ്വാസത്തോടുകൂടെ മലയാളം പ്രസംഗം കൊടുത്തിട്ട് 10 മണിയാകുമ്പോൾ പോയി ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാമെന്നുള്ള തീരുമാനത്തോടെയാണ്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ പാപം ചെയ്യാതിരിക്കണമെന്ന് വരിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പാപം ചെയ്യത്തില്ല. ഒരു ചീത്ത വർത്താനം പോലും നമ്മുടെ വായിൽ വരത്തില്ല. ഒരു കെട്ട വാക്ക് പോലും നമ്മുടെ വായിൽ വരത്തില്ല. നമ്മൾ പോകരുതാത്ത ജാഗയിൽ നമ്മൾ പോകത്തില്ല. കേൾക്കരുതാത്ത വിഷയം നമ്മൾ കേൾക്കത്തില്ല. നോക്കരുതാത്ത വിഷയം നമ്മൾ നോക്കാനായിട്ട് പോകല്ലേ. നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ താണിരിക്കുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും എപ്പോഴും പ്രാർത്ഥിക്കുന്നവരുമായി നമ്മൾ ഓരോരുത്തരും തീർക്കണം. മാർത്തയും മറിയയും ലാസറും അവരുടെ വീട്ടിൽ വല്ലപ്പോഴും ഒക്കെ ദൈവം ചെല്ലും, യേശുക്രിസ്തു ചെല്ലും. മാർത്ത ദൈവത്തിൻ്റെ കാൽ കീഴെ ഇരുന്ന് അവൾ വചനം പഠിക്കും. മാർത്ത അടുക്കളയിൽ ജോലി കാര്യങ്ങളിലെല്ലാം ഏർപ്പെടും. അവൾ ദൈവത്തിന് എന്താണ് യേശുവിന് എന്താണ് ആഹാരം കൊടുക്കുന്നുള്ള തിടുക്കത്തിലാണ്. അവൾ എന്താ തിടുക്കമാണെങ്കിലും അവിടെ ചെവി യേശു ക്രിസ്തു എന്ത് വാക്യമാണ് മറിയയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ അത്രമാത്രം യേശുവിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അവര് അങ്ങനെ ഇവൻ ലാസറിന് ദീനം
കൂടിക്കിടന്നപ്പോൾ യേശുവിനോട് പോയി ആൾക്കാർ പറഞ്ഞു, ഇങ്ങനെ നിന്റെ സഹോദരൻ ആയ ലാസർ ദീനം കൂടിക്കിടക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു വന്നില്ല. വന്നിരുന്നുവെങ്കിൽ അവൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. മരിച്ച് 4 ദിവസം കല്ലറയിൽ അടക്കപ്പെട്ട വാസന അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് യേശു അവരുടെ വീട്ടിൽ വരുന്നത്. വീട്ടിൽ വന്നു. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ സ്വാമി, നാറ്റം വെച്ച് തുടങ്ങിയെന്ന് മാർത്ത പറഞ്ഞു. ഉടനെ അവനെ വെച്ച സ്ഥലം കാണട്ടെ എന്നും പറഞ്ഞ് അവരവിടെ വെച്ച സ്ഥലത്ത് ചെന്നു. കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. കല്ലുരുട്ടി മാറ്റി. ലാസറേ പുറത്തു വാന്ന് പറഞ്ഞ ഉടനെ ലാസറെ പുറത്തു വന്നു. നാറ്റം വെച്ച അവസ്ഥയിൽ നിന്നും ആ കർത്താവായ യേശുവിൻ്റെ ശക്തി, ആ വചനത്തിൻ്റെ ശക്തി അവൻ്റെ ശരീരത്തിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ശരീരം കൊച്ചു ബാലന്മാരുടെ ശരീരം പോലെ അവൻ്റെ ശരീരമായി അവൻ മേളോട്ട് പൊങ്ങി വന്നു. അവൻ്റെ ശരീരമെല്ലാം വെള്ള തുണി കൊണ്ട് കെട്ടിയിരിക്കുകയായിരുന്നു. അതെല്ലാം മാറ്റിക്കളയാനായിട്ട് പറഞ്ഞു. മാറ്റിക്കളഞ്ഞു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഹൂദന്മാരെല്ലാം അതിനു മുമ്പ് യഹൂദന്മാരെല്ലാം പറയുക, അയ്യോ ആ കണ്ണുമൊട്ടൻ്റെ അവന് തെളിച്ചു കൊടുത്തല്ലോ, കാഴ്ച കൊടുത്തല്ലോ, അവൻ ഇവനെ കൂടെ ചാകാതിരിക്കാൻ മരിച്ചു പോകാതെ നോക്കാമായിരുന്നല്ലോ എന്നല്ല ഇവരെ ഓരോന്നൊക്കെ പറഞ്ഞു. ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ സമയമാകണം മക്കളെ. നീ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നീ 7 ദിവസം ഉപവസിച്ചോ, 21 ദിവസം ഉപവസിച്ചോ, 40 ദിവസം ഉപവസിച്ചോ, നിന്റെ കാര്യം സാധിച്ചില്ല. ദൈവത്തിൻ്റെ സമയമാകണം. തീർച്ചയായിട്ടും ആ കാര്യം സാധിച്ചേ സാധിക്കും. പക്ഷെ ദൈവത്തിൻ്റെ സമയമാകണം. നിന്റെ ഇഷ്ടത്തിനോ എൻ്റെ ഇഷ്ടത്തിനോ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഭൂമിക്ക് മീതെ ആകാശം ഉയർന്നിരിക്കുന്ന പോലെ നമ്മുടെ വഴികളും നിലവുകളും കർത്താവ് അറിഞ്ഞിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും രുചിച്ചറിഞ്ഞു നോക്കിയെങ്കിലേ അതിനെപ്പറ്റി പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നു. അവിടെ ഒരു വില്ലേജിൽ ചെന്നു. ഞങ്ങളൊരു വീട്ടിൽ പ്രാർത്ഥനയെല്ലാം നടത്തി കഴിഞ്ഞ് അവിടുത്തെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഒരു സ്ത്രീ വന്ന് എന്നെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു. ഞാൻ ഉടനെ പറഞ്ഞു, സമയം ഒത്തിരി ആയല്ലോ, ഇനിയും ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. എല്ലാവരും നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയി അവരുടെ മുറ്റത്ത് എന്നെ ഉടനെ അവിടെ ഭർത്താവിനോട് പറയുന്നു, അമ്മ ഞാൻ ഉറങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി, ഞാൻ കണ്ണടച്ചു പോയെങ്കിൽ കെട്ട സ്വപ്നങ്ങളാണ്, ഞാൻ ചാടി എഴുന്നേക്കുകയാണ്, ഭയങ്കര മരിച്ചുപോയവരെല്ലാം വരുന്നു. അങ്ങനെയായി. ഞാൻ ഉടനെ പറഞ്ഞു, നീ ഇപ്പം എന്നെ കണ്ടുകൊണ്ടല്ലേ നീ വീടി വെളിയിലോട്ട് കളഞ്ഞത്. നീ വീടി വലിക്കുകയും സിഗരറ്റ് വലിക്കുകയും കുടിക്കുകയും തോന്നിയവാസം ജീവിക്കുകയും ചെയ്താൽ ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ലെന്ന് പറഞ്ഞു. നിന്റെ വീട്ടിൽ ഭയങ്കര സാത്താൻ്റെ പോരാട്ടമെന്ന് പറഞ്ഞു. അതെങ്ങനെ പറഞ്ഞോ എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു. അവരുടെ പെരയ്ക്കകത്തോട്ട് കാലിട്ടു, അവരുടെ വീട്ടിനകത്തോട്ട് കാലിട്ടു. ഞാൻ കൈകൾ രണ്ടും ഉയർത്തി അവർക്ക് വേണ്ടി അവരെല്ലാം മുട്ടേ നിന്നു. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. യേശുവേ എന്ന് വിളിച്ച ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ സ്ത്രീ മുടി അങ്ങ് അഴിച്ചിട്ടു. അങ്ങോട്ട് നമ്മുടെ ഫാൻ കറങ്ങുന്ന പോലാണ് അവർ തലയിട്ട് അടിച്ചതും കറക്കിയതും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മുറിഞ്ഞു വീഴാൻ പറഞ്ഞു. വീഴവിടെ. ഉടനെ അവൾ അവിടെ വീണ് കടന്ന് അവിടെ ശരീരത്തിലുള്ള സാത്താനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവളെ വിട്ടുപോകുന്നു പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞു, ഞാൻ പോകത്തില്ല, ഇവളെയും കൊണ്ടേ പോകത്തുള്ളൂ. മര്യാദയ്ക്ക് അവിടെ കുടുംബത്തെ അവളെയും വിട്ടു പൊയ്ക്കോ, എൻ്റെ യേശുവിനെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് നോക്കിയിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. തീ നിന്നെ ചുടണമോ അതോ നീ പോകുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. നീ പോയെന്ന് എനിക്കറിയണം. നീ മുട്ടേ നിൽക്കാൻ പറഞ്ഞു. മുട്ടേ നിന്നു. കൈ മുകളിലോട്ട് ഉയർത്താൻ പറഞ്ഞു. ഉയർത്തി. കൂപ്പി പിടിക്കാൻ പറഞ്ഞു. കൂപ്പി പിടിച്ചു. 3 പ്രാവശ്യം നിലത്തടിക്കാൻ പറഞ്ഞു. യേശുവേ ഞാൻ ഇവളെ വിട്ടുപോവാണേന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു അവിടെ ശരീരത്തിൽ നിന്നും. എന്നിട്ട് ആ സാത്താൻ എന്നോടൊരു വാക്ക് പറഞ്ഞു,
ഇവളെ ഇപ്പം ഞാൻ വിട്ടുപോകും, ഇവിടെ ഭർത്താവിനെയും ഇവിടെ മക്കളെയും ഞാൻ കൊണ്ടുപോകുന്നു. ഞാൻ പറഞ്ഞു, ഇവിടെ വീട്ടിൽ നിനക്ക് അധികാരമില്ല, ഈ വീട്ടിൽ നിനക്ക് അധികാരമില്ല, നീ ഇവരെ വിട്ടു പൊയ്ക്കോണമെന്ന് പറഞ്ഞു. ഈ കുടുംബത്തെ വിട്ടു പൊയ്ക്കോണം. യേശു ഇവിടെ കാലിട്ടിരിക്കുന്നു, ഞങ്ങൾ കാലിടുന്നത് ദൈവം കാലിട്ടിരിക്കുന്നു. ഇന്നു മുതൽ ഈ വീട് ദൈവത്തിന് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോയിരുന്നു. പ്രിയ മക്കളെ, നമ്മുടെ ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് രോഗമുണ്ടെങ്കിലും എന്ത് കഷ്ടമുണ്ടെങ്കിലും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അടുത്ത് വെള്ളം വേണ്ടി ഒരു വെള്ളം വയ്ക്കുക, എണ്ണ വേണ്ടി ഒരു എണ്ണ വയ്ക്കുക, വേദനയുള്ള ഭാഗത്ത് എണ്ണ പുരട്ടുക, വെള്ളം നിങ്ങൾ കുടിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ആദ്യ വെള്ളത്തിനു വേണ്ടി എണ്ണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കരുണാസമ്പന്നമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, വെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവമേ, ആ വെള്ളത്തെ എണ്ണയിൽ നിന്റെ രക്തമാക്കി മാർപ്പെടുത്തണമേ. നിന്റെ രക്തതല്ലി ജയമുണ്ടപ്പ. ഈ ലോകമെല്ലാം വിറ്റാലും നിന്റെ ഒരു തൊട്ട് രക്തം മേടിക്കാൻ ആരുടെ കയ്യിലും ആകത്തില്ലപ്പ. അന്ത രക്തം കൊടുത്ത് നീ ഞങ്ങളെ വിലയ്ക്ക് മേടിച്ചാണപ്പ. ഞങ്ങൾ ഞങ്ങളുടെ സ്വത്തല്ലപ്പ, നിന്റെ സ്വത്താണപ്പ. വെള്ളിയും പൊന്നും ഒന്നും കൊടുത്ത് മേടിച്ചല്ലപ്പ ഞങ്ങളെ നിന്റെ രക്തം കൊടുത്ത് മേടിച്ചാണപ്പ. ഇപ്പോൾ തന്നെ അവരുടെ ശരീരത്തിലുള്ള എല്ലാ ബാധകളും എല്ലാ നോവുകളും എല്ലാ പൈശാചക്തികളും എല്ലാ ശാപതകെട്ടുകളും ഈ നിമിഷമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവേ, പരാലിസിസ് രോഗത്താലെ, കാൻസർ രോഗത്താലെ, ട്യൂമർ രോഗത്താലെ ഹാർട്ട് പേഷ്യൻ്റ് ആകി കർത്താവെ ICUലും വെന്റിലേറ്ററിലും എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ. അവർക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണമേ, നമ്മതി കൊടുക്കണമേ, പാപത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ, രോഗത്തിൽ നിന്നും വിടുതൽ കൊടുക്കണമേ. തലേനോവ്, വയറ്റുവേദന, നടുവേദന, മുട്ടുവേദന, ഏതെല്ലാം വേദനകളാൽ കഷ്ടപ്പെടുന്നപ്പ എല്ലാ നോവുകളെയും പാപങ്ങളെ ശാപങ്ങളെ നിന്റെ ശരീരത്തിൽ വഹിച്ചപ്പ. നിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നപ്പ, നിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നപ്പ. കർത്താവെ, ഇപ്പോൾ തന്നെ നീ സൗഖ്യം കൊടുക്കണമേ. ഇപ്പോൾ തന്നെ ആണിപ്പാടുള്ള കരവിത, എൻ്റെ യേശുവിൻ്റെ കരവിത നിങ്ങളുടെ മേലെ വരുന്നു. പരിശുദ്ധാത്മനെ മുട്ടണമേ, പരിശുദ്ധാത്മനെ തൊടണമേ, പരിശുദ്ധാത്മനെ തൊടണമേ. ഈ നിമിഷമേ തൊടണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ അധികാരമുള്ള യേശു ക്രിസ്തുവിൻ നാമത്തിൽ അവരുടെ ശരീരത്തിലുള്ള എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. എല്ലാ കൂടാത്തരങ്ങളും നേർച്ച കാഴ്ചകളും അഴിഞ്ഞു മാറട്ടെ. കർത്താവേ, നിന്റെ പൊന്നുകര അവരുടെ മേൽ ആവസിക്കണമേ, നിന്റെ സ്വർഗീയകര അവരുടെ മേൽ ആവസിക്കണമേ. കർത്താവേ, എല്ലാ പാസ്റ്റർമാരെ, എല്ലാ അച്ഛന്മാരെ, എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെയും നീ അനുഗ്രഹിക്കണമേ. സുവിശേഷം 5 വൻകരയിലും എത്തിച്ചേരുവാൻ നീ സഹായിക്കണമേ. കർത്താവേ, എത്രയോ കുടുംബങ്ങൾ വെള്ളപ്പൊക്കം മുഖാന്തരം കർത്താവെ കണ്ണുനീര് കൈവായി കഴിയുന്നപ്പ അവർക്ക് നീ ശാന്തി സമാധാനം കൊടുക്കണമേ, നമ്മതി കൊടുക്കണമേ. വീട് പണി പൂർത്തിയാകാതെ കർത്താവെ എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ, കടഭാരത്താൽ എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ, മക്കളുടെ വിവാഹം നടക്കാതെ എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നപ്പ, അവരുടെ വിവാഹം നടത്തുവാൻ നീ സഹായിക്കണമേ. കർത്താവേ, നീ സഹായിക്കണമേ. ഒരിക്കലും വെച്ചുവാൻ നീ സമ്മതിക്കല്ലപ്പ, തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പ. നീ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ. കർത്താവേ, നീ കൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ. സകലവും എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ ഫോൺ ചെയ്ത് അറിയിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.